ഹജ്ജ് കഴിഞ്ഞു വരുന്ന ആളുകളെ സലാം കൊണ്ട് സ്വീകരിച്ച് പരസ്പരം വന്ന് ആലിംഗനം ചെയ്ത് അവരുടെ രണ്ട് കണ്ണുകളുടെ രണ്ട് പിരികങ്ങളുടെ ഇടയിലുള്ള ഭാഗത്ത് ചുംബനം അർപ്പിക്കുക എന്നുള്ളത് സുന്നത്തായ ശൈലിയാണ്. ഇരു കണ്ണുകളുടെ ഇടയിലുള്ള ഭാഗത്ത് ചുംബിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ ഭവനത്തെ കണ്ട കണ്ണുകൾ, പരിശുദ്ധമായ അറഫയിൽ കരഞ്ഞ കണ്ണുകൾ, ആ കണ്ണുകളുടെ ഇടയിലുള്ള ഭാഗത്ത് ചുംബിച്ചുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല ഭാഗ്യം നൽകിയ ഹാജിമാരെ നാം സ്വീകരിക്കുക, ആലിംഗനം ചെയ്യുക. എന്നിട്ട് അവരോട് ദുആ വസിയ്യത്ത് ചെയ്യുക. അവരുടെ പ്രാർത്ഥനയ്ക്ക് വലിയ പ്രതിഫലമുണ്ട്. ഹജ്ജ് കഴിഞ്ഞ് മടങ്ങി വരുന്നയാൾ നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുള്ളതുപോലെ ഖയൗമി വലദത്തുഹു ഉമ്മുഹു, ഉമ്മ പ്രസവിച്ചവനെ പോലെ പരിശുദ്ധനാണ്. ആ പരിശുദ്ധി എന്നുവരെ നിലനിൽക്കും. മഹാന്മാരായ പണ്ഡിതന്മാർ രേഖപ്പെടുത്തുന്നത് കാണാം, ഹജ്ജു കഴിഞ്ഞ് റബീഉൽ അവ്വൽ 12 വരെ ഹാജിയായ മനുഷ്യൻ നടത്തുന്ന ദുആഇന് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രാർത്ഥനയ്ക്ക് അല്ലാഹു തആല ഉത്തരം നൽകും. ചിലർ പറഞ്ഞു റബീഉൽ അവ്വൽ 20 വരെ ഹജ്ജ് കഴിഞ്ഞു വരുന്ന മനുഷ്യൻ നടത്തുന്ന പ്രാർത്ഥനയ്ക്ക് ഉത്തരമുണ്ട്. ഏതായാലും ഹജ്ജ് കഴിഞ്ഞെത്തുന്നയാളിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമുണ്ട് എന്നതിൽ അഭിപ്രായ വ്യത്യാസം ഒന്നുമില്ല. അവർ മറ്റു പാപങ്ങളിലേക്ക്, തെറ്റുകളിലേക്കൊക്കെ എത്തിപ്പെടുന്നതിന് മുമ്പ് ആദ്യം തന്നെ അവരിലേക്കെത്തി അവരുടെ യാത്രാ വിവരങ്ങളും സന്തോഷങ്ങളും ഒക്കെ അറിഞ്ഞ് ആലിംഗനം ചെയ്ത് അവരോട് അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ഞങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യണമെന്ന്, എനിക്ക് വേണ്ടി ദുആ ചെയ്യണമെന്ന് ദുആ വസിയ്യത്ത് ചെയ്യുക. നമ്മൾ അവർക്ക് വേണ്ടിയും പ്രാർത്ഥിച്ചു കൊടുക്കുക. ആ പ്രാർത്ഥന എങ്ങനെയാണ്? അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളുടെ ഹജ്ജ് സ്വീകരിക്കട്ടെ, അല്ലാഹു നിങ്ങളുടെ പാപങ്ങൾ പുറത്തു തരട്ടെ, അല്ലാഹു നിങ്ങൾക്ക് ചെലവായതിന് പകരം തരട്ടെ എന്നാണ് ആ പ്രാർത്ഥന. നമുക്കറിയുന്ന രീതിയിൽ അല്ലാഹു നിങ്ങളുടെ ഹജ്ജ് സ്വീകരിക്കട്ടെ, അല്ലാഹു നിങ്ങളുടെ പാപങ്ങൾ പുറത്തു തരട്ടെ, അല്ലാഹു നിങ്ങൾ ചെലവഴിച്ചതിന് പകരം തരട്ടെ എന്ന് ഹാജിയായ ഹജ്ജ് കർമ്മത്തിന് പോയി വന്ന ആളിനോട് പ്രാർത്ഥന കൊണ്ട് ആ മനുഷ്യനെ സന്തോഷിപ്പിക്കുക എന്ന് തുടങ്ങിയ ചില ഉത്തരവാദിത്തങ്ങൾ നമുക്കുണ്ട്. നമ്മുടെ നാട്ടിൽ നിന്ന് പോകുന്ന സമയത്ത് വളരെ ആവേശത്തോടു കൂടിയാണ് നമ്മൾ യാത്രയാക്കുക. ആ ആവേശം തിരിച്ച് ഹജ്ജ് കഴിഞ്ഞെത്തുന്ന ആളിലും നമ്മൾ കാണിക്കുക. അദ്ദേഹത്തിന്റെ ദുആ അല്ലാഹു സ്വീകരിക്കും.